ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിൽ വഴിപാടായിട്ട്, നമ്മുടെ വഴിപാടല്ല, വേറൊരാൾ വെച്ച വഴിപാടായിട്ട് നമ്മുടെ കഥകളി നടക്കുന്നുണ്ട്. സന്താനഗോപാലാണ് കഥ. അപ്പോൾ അതിൻ്റെ അണിയറ കാഴ്ചകളും അതുപോലെ തന്നെ കഥകളിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പങ്കുവയ്ക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ വ്ളോഗിലേക്ക് കിടക്കാം. ഇത് അമ്പലത്തിൻ്റെ ഊട്ടുപുരമാളികയാണ്. ഇവിടെയാണ് നമ്മുടെ കളി നടക്കുന്നത്. അണിയറ ഇതാണ്. ഇവിടെയാണ് നമ്മുടെ വേഷം ഒരുങ്ങുന്നതും. അണിയറ ഇപ്പോൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. അണിയറ ഒരുക്കിയിട്ടില്ല. ഇപ്പോൾ തേക്കാനുള്ള ഭാഗം, ഇരുന്ന് മുഖത്ത് തേക്കുന്ന ഭാഗം മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ മനുവല അരയ്ക്കുന്ന ചാണെന്ന് പറയും, ചാണക്കല്ല്. ഇന്നെന്തായാലും അരക്കേണ്ടി വരില്ല, കാരണം അരച്ച മനുവല ഓൾറെഡി ഇരിപ്പുണ്ട്. നീലമല മാത്രം കൂട്ടിയാണ്. വെള്ളമനുവലുണ്ട്. ഇതാണ് വെള്ളമനുവല എന്ന് പറയും. നമ്മുടെ ഇവിടെ നാമൊക്കെ വെക്കുന്നതാണ് വെള്ളമനുവല. ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കല്ല്, ഈ മനുവലക്കല്ല്, ഈ കല്ല് പൊടിച്ച് ഇതിൽ സിങ്കുവൈറ്റും എണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ കണ്ട വെള്ളമനുവല ഉണ്ടാക്കുന്നത്. വെള്ളമനുവല ഉള്ള കൂട്ടിയതിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നീലം കൂട്ടാന്ന് വെച്ചു. നമ്മുടെ പണ്ട് ഡ്രസ്സൊക്കെ നീലമൊക്കെ ഉപയോഗിച്ചിരുന്ന നീലക്കട്ടയാണത്. ഇതാണ് നീലം. നേരത്തെ നമ്മൾ കാണിച്ച വെള്ളമനുവലയിൽ ഈ നീലക്കട്ട ചേർക്കുമ്പോഴാണ് നീലമനുവല, അതായത് പച്ച കളർ കിട്ടുന്നത്. നീലമനുവല അരച്ചിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വേഷം കൃഷ്ണവേഷമാണ്. അപ്പോൾ ഞാൻ തേക്കാനായിട്ട് തുടങ്ങാൻ പോകണം. ഇത് കലാമണ്ഡലം വൈശാഖേട്ടൻ. ഹായ്. തെക്കൻ കളരി ആചാര്യൻ ശ്രീ കലാമണ്ഡലം രാജശേഖരാശൻ്റെ മകനാണ്. അതേപോലെ RLV കോളേജിലെ കഥകളി വേഷം സ്ഥിര അധ്യാപകനും കൂടിയാണ് വൈശാഖേട്ടൻ. ഇന്ന് അർജുനാണ് വൈശാഖേട്ടൻ്റെ വേഷം. അപ്പോൾ ചുട്ടിക്ക് മുമ്പ് വരെ ഉള്ളത് തേച്ച് കഴിഞ്ഞു. പുതിയ കൂടി എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ചുട്ടിക്ക് ഒരാളെ ഉള്ളൂ ചുട്ടി കുത്താൻ. അപ്പോൾ 2 വേഷം കുത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കിടക്കാൻ പോകുന്നു. അപ്പോൾ ചുട്ടി കഴിഞ്ഞ് കാണാം. ചുട്ടി കുത്തുന്നത് നമ്മുടെ RLV മിഥുൻ മുരളി തൃപ്പൂണിത്തുറയാണ്. അതേപോലെ ഉടുത്തു കെട്ടുന്നതും മിഥുൻ തന്നെയാണ്. ഇത് കലാമണ്ഡലം അജീഷിൻ്റെ ബ്രാഹ്മണ പത്നിയാണെന്ന വേഷം. ഇത് കലാമണ്ഡലം വിപിനേട്ടനും RLV കോളേജിലെ കഥകളി വേഷം അധ്യാപകനാണ്. വിപിനേട്ടൻ്റെ ഇന്നത്തെ വേഷം ബ്രാഹ്മണനാണ്. ഇന്ന് പാട്ട് പാടുന്നത് കലാമണ്ഡലം യശ്വന്തേട്ടനും ശ്രീദേവൻ ചെറുമറ്റുമാണ്. ചെണ്ട കലാമണ്ഡലം ശ്രീരാഗേട്ടനും മദ്ദളം കലാമണ്ഡലം അജയുമാണ്. അണിയറയ്ക്ക് ചന്ദ്രേട്ടനുമാണ്.
ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഈ വ്ളോഗ് കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞൻ അതിഥി പാമ്പ് നമ്മുടെ അണിയറയിലേക്ക് കടന്നു വന്നായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ലാസ്റ്റത്തെ ക്ലിപ്പിങ്സും എല്ലാം കൂടി ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എടുക്കാനുള്ളൊരു ടൈമിങ് കിട്ടിയില്ല, മറ്റൊരു സാഹചര്യം ഉണ്ടായില്ല. അത് കാരണമാണ് അത് ആഡ് ചെയ്യാത്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.